ഞങ്ങളിങ്ങനെ ഈ റിവർ ഫ്രണ്ടേജിൽ ഈ സ്ഥലം എടുക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഒരു പ്ലാൻ. അങ്ങനെ ഒരു ഫ്രണ്ട് വഴി ബ്രിജേഷിനെ പരിചയപ്പെട്ടു. ബ്രിജേഷുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു ഞങ്ങൾക്ക് ഇതാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങളുടെ ആ മനസ്സിലുള്ള അത് തന്നെ ഇവിടെ അവരൊരു ടീമുണ്ട്. ആ ടീം മുഴുവൻ അവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഈ വീട് എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളൊരു വീടിന് പേര് എന്നുള്ളത് ഒരു മനസ്സിൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഷിപ്പിലായതുകൊണ്ട് ഞങ്ങളത് കോറൽ റീഫ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷിപ്പും ആ ഒരു കടലിനെയായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കോറൽ റീഫ് എന്ന് പേരിട്ടത്. പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക, വീട് പണിത് ഞങ്ങളങ്ങനെ നമ്മുടെ ഒരു ഡ്രീം ഹൗസ് പോലെ പണിത വീടാണ്. ഞങ്ങളങ്ങനെ ഒരു പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിച്ചിട്ടുണ്ടായില്ല. പക്ഷേ വീട് പണി കഴിയുമ്പോഴേക്കും ബ്രിജേഷ് അതിൻ്റെ എല്ലാം എന്താ പറയുക വനിതയിലും ഡിസൈനർ മാഗസിനിലും ഒക്കെ കൊടുത്തു. ഞങ്ങൾക്കതൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങളത് കണ്ടപ്പോൾ. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. ചില സ്ഥലങ്ങൾ ഇപ്പം നമ്മൾ മുകളിലൊരു കുട്ടികൾക്ക് കളിക്കാനുള്ള എനിക്കറിയാത്തതായിരുന്നു ഈ ആറ്റിക് എന്ന് പറഞ്ഞത്. പിന്നെ ഓപ്പൺ കോർട്ട്യാർഡ്, ഓപ്പൺ ഷവർ. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഇതാണ് എൻ്റെ സ്പെഷ്യലി ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം, സിറ്റ് ഔട്ട്. ഇവിടെ എൻ്റെ നല്ലൊരു സമയം മുഴുവൻ ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. വളരെ സംതൃപ്തനായിരുന്നു. ഈ വീട്ടിലും ഉള്ള ജീവിതം ഞാൻ ശരിക്കും ആസ്വദിക്കുന്നു.